ഞാനൊരു കഥ പറയട്ടെ. ഹലോ, ഞാനൊരു കഥ പറയട്ടെ. നമ്മള് ഇന്ന് ഒരുമിച്ച് കൂടിയത് ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. നബി തങ്ങളുടെ പേരെന്ന് പറഞ്ഞാണ്, നബി തങ്ങളുടെ ഉമ്മാന്റെ പേര്, വാപ്പാന്റെ പേര്, ജനിച്ചത് എവിടെയാണ്, വഫാത്തായതോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയില്ലേ? നല്ല ഉഷാറുള്ള ആ റസൂലുള്ളാഹി, സ്വലാത്തല്ലേ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ ഒരു ഗ്രൗണ്ടിന്റെ അടുത്തൂടെ പോവാണ്. ഇവിടെ ഗ്രൗണ്ട് ഉണ്ടോ? ബോൾ കളിക്കലുണ്ടോ? ബോൾ കളിക്കുന്നവരും കൈപോക്കുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ ഒരു ഗ്രൗണ്ടിന്റെ അടുത്ത്, ഒരു പെരുന്നാളിന്റെ ദിവസം എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ഇങ്ങനെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പെരുന്നാളിന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് പെരുന്നാളിന് പുതിയ വസ്ത്രം കിട്ടലുണ്ടോ? കിട്ടലുണ്ടോ? അങ്ങനെ നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് കുറെ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ വലിയ ഇഷ്ടം. നബി തങ്ങൾ ആ കുട്ടികളൊക്കെ കണ്ട് അവർക്കൊക്കെ സലാം പറഞ്ഞ് അവരോട് സന്തോഷമൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ ഒരു കുട്ടി ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. പുനാര നബി തങ്ങൾക്ക് ആ കുട്ടി കരയുന്നത് കണ്ടപ്പോ വലിയ സങ്കടമായി. അല്ലാഹുവിന്റെ ഹബീബ് ആ കുട്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? ആ കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ വാപ്പാർക്ക് ദീർഘായുസ് നൽകട്ടെ, വാപ്പാർക്ക് ദീർഘായുസ് നൽകട്ടെ, വാപ്പാർക്ക് ദീർഘായുസ് നൽകട്ടെ. വാപ്പമാരും മരണപ്പെട്ടാല് വലിയ സങ്കടല്ലേ? നമുക്ക് വസ്ത്രം വാങ്ങിത്തരാൻ, നമുക്ക് മിഠായി വാങ്ങിത്തരാൻ, നമുക്ക് പുസ്തകം വാങ്ങിത്തരാൻ, ഇതിനൊക്കെ കാശ് തരുന്നത് നമ്മുടെ വാപ്പാരാണ്. അപ്പൊ വാപ്പാരെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളോട് ആ കുട്ടി പറഞ്ഞു, ഹലോ ഹലോ ഹലോ, ഈ കഥ കണ്ട് പറഞ്ഞു തരും കേട്ടോ, ഇത് കഴിഞ്ഞ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ആ, ഇത് ശ്രദ്ധിച്ചോടി. ഇതിന്നൊരു 3 കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ അത് പറയിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കരയുന്ന കുട്ടിയെ കണ്ട് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ആ കുട്ടി സങ്കടത്തോടെ പറഞ്ഞു, എന്റെ വാപ്പ മരണപ്പെട്ടിരിക്കുന്ന നബിയെ. ഇവർക്കൊക്കെ വാപ്പമാരുണ്ട്, വാപ്പമാരുള്ളത് കൊണ്ട് അവർക്ക് നല്ല വസ്ത്രങ്ങളുണ്ട്. എനിക്ക് പെരുന്നാളായിട്ട് നല്ല വസ്ത്രമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ സങ്കടത്തിലാന്ന് പറയുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കുട്ടിയെ വാരി എടുക്കാൻ നേരെ വീട്ടിൽ പോവാൻ. വീട്ടിൽ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, ഈ കുട്ടിയെ നീ കുളിപ്പിക്കോ, ഈ കുട്ടിക്ക് നീ വസ്ത്രം വാങ്ങി ഭക്ഷണം കൊടുക്കോ? ആയിഷ റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ വാരിയെടുത്തു, കുളിപ്പിച്ച് റെഡിയാക്കിയപ്പോഴേക്ക് പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടൗണിൽ പോയി ആ കുട്ടിക്ക് പറ്റിയൊരു വസ്ത്രം വാങ്ങിക്കൊണ്ടുവരിക. എന്നിട്ട് ആ കുട്ടിയെ എങ്ങനെ ധരിപ്പിച്ചിട്ട് പൊന്നാര നബിത്തങ്ങളും ആ കുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന വകാഫിൽ യതീമി ഫിൽ ജന്നതി ഹഖതാൻ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇതുപോലെ അടുത്തിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ വാപ്പാർക്ക് ദീർഘായുസ് നൽകട്ടെ. നമ്മളെ കൂട്ടത്തിൽ വാപ്പാര് മരണപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അവരെ കാണുമ്പോ നല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകും. അല്ലാഹു റബ്ബുക്ക് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. നിർത്തട്ടെ, ഈ കഥ ഞാൻ പറയിപ്പിക്കാൻ പോകും. ആരെ കൊണ്ട്, ആരൊക്കെ ഈ കഥ പറഞ്ഞുതരാൻ പറ്റുക? ആരാ പറഞ്ഞുതരാ?
ഒന്ന് കൈപ്പൊക്കി കാണി, ഞാൻ പറഞ്ഞോളാം എന്നുള്ളവർ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളുടെ കഥ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് സന്തോഷമായി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുട്ടികൾ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ദിവസം ഞാൻ വന്നിട്ട് നിങ്ങൾ കൊണ്ട് ആ കഥ പറയിപ്പിച്ചോളട്ടോ. നിങ്ങളൊക്കെ ഈ കഥ പോയിട്ട് നിങ്ങൾ ഉമ്മാർക്കൊന്ന് പറഞ്ഞെടുക്കോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജാമിയ സഅദിയ വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തെ അല്ലാഹു അഭിവൃദ്ധിപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.